ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ തൃശൂർ മണ്ണുത്തിലെ കാർഷിക സർവകലാശാലയിലേക്ക് SFIയുടെ മാർച്ച് നടക്കുകയാണ്. ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമുയർന്ന സർവകലാശാലയായിരുന്നു. കഴിഞ്ഞ ദിവസം ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പഠിക്കാനാകില്ലെന്ന് പറഞ്ഞ വിദ്യാർത്ഥി അവിടെ നിന്ന് TC വാങ്ങിപ്പോയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് പശ്ചാത്തലത്തിൽ ഇപ്പോൾ മണ്ണുത്തി സർവകലാശാലയിലേക്ക് SFIയുടെ പ്രതിഷേധം വന്നിരിക്കുകയാണ്. TC വാങ്ങിപ്പോയ വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ നല്ല നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് കൃഷിമന്ത്രി അടക്കം ഇന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ SFIയുടെ പ്രതിഷേധമാണ് കാർഷിക സർവകലാശാലയിൽ നമ്മൾ കാണുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെന്ന് മനസ്സിലാക്കുന്നു. ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇത് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു മനസ്സിലാക്കുന്നു. തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം. പ്രവർത്തകർക്ക് നേരെ പോലീസുകാർ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൂരജ് വിവരങ്ങൾ. സുഹേൽ, വലിയ പ്രതിഷേധം തന്നെയാണ് അരങ്ങേറുന്നത്. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നേറാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഈ ബാരിക്കേഡ് മറികടന്ന് അതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതോടുകൂടി പോലീസ് ഈ സഞ്ജീവിനടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ ബ്ലോക്കിന് മുന്നിൽ C അച്യുതമേനോൻ മെമ്മോറിയൽ അക്കാദമിക് ബ്ലോക്കാണ്. ഈ അക്കാദമിക് മുന്നിലെ ഗേറ്റ് അടക്കം ഗ്രില്ലടക്കം തകർത്തുകൊണ്ടാണ് നേരത്തെ SFIയുടെ പ്രതിഷേധം നടന്നിരുന്നത്. അന്ന് SFI പ്രവർത്തകർ ഈ ഗ്രില്ല് അടക്കം തകർത്ത് അകത്ത് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അക്കാദമിക് ബ്ലോക്കിന് മുന്നിൽ ബാരിക്കേഡ് വെച്ചാണ് പോലീസ് ഈ മാർച്ചിനെ തടഞ്ഞത്. ഇപ്പോൾ SFI പ്രവർത്തകരെല്ലാവരും തന്നെ ഈ ബാരിക്കേഡുകൾ മറികടന്ന് ബാരിക്കേഡിന് മുകളിലൂടെ ചാടി അതിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് കാണുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്വാഭാവികമായും SFI പല ആവർത്തി ഇതുപോലെ ഈ വിഷയത്തിൽ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയതാണ്. അന്ന് കൃഷിവകുപ്പ് അടക്കം നൽകിയിരുന്ന ഉറപ്പ് വിദ്യാർത്ഥികളെ കൂടി പരിഗണിച്ച് മാത്രമേ ഈ ഫീസ് വർധനവിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ്. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതിലും അമിത ഭാരമായിരുന്നു ഈ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചത്. അത് ഒറ്റയടിക്ക് 3 ഇരട്ടിയോളം ഫീസ് വർദ്ധിപ്പിക്കുന്നു. അത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് അന്ന് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ആ സമയത്തും ഇവർ പറഞ്ഞിരുന്ന ഉറപ്പ് വിദ്യാർത്ഥികളെ കൂടി കേട്ട് മാത്രമേ ഈ ഫീസ് വർധനവിലേക്ക് പോകൂ എന്ന് SFI നേതാക്കൾക്കടക്കം ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതെ ഈ ഫീസ് വർധനവിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വെള്ളായണി കാർഷിക കോളേജിലെ ഒരു വിദ്യാർത്ഥി ഈ ഫീസ് വർധനവിനെ തുടർന്ന് പഠനം തന്നെ അവസാനിപ്പിച്ച് TC വാങ്ങിപ്പോയത്. ഇതടക്കം ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളത്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ASFും അതോടൊപ്പം തന്നെ AYFും ഒക്കെ സമരമുഖത്താണ്. വിദ്യാഭ്യാസ വകുപ്പ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് സമരരംഗത്ത് CPIയുടെ വിദ്യാർത്ഥി സംഘടനകൾ അണിനിരക്കുന്നു. മറുവശത്ത് ഇപ്പോൾ SFI ഇതാ CPI ഭരിക്കുന്ന വകുപ്പിന് കീഴിൽ കാർഷിക സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് അമിത ഭാരം ഫീസിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും ബാരിക്കേഡ് മറികടന്നിപ്പോൾ പ്രവർത്തകർ ഈ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറിയിരിക്കുന്നത്. ബാരിക്കേഡിന്റെ കെട്ടടക്കം ASFും AYFും CPIനെതിരെ പ്രതിഷേധം കനപ്പിക്കുന്നതിനിടെയാണ് ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് SFI CPI ഭരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. SFIയുടെ പ്രതിഷേധത്തിന് നേരെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.